ഒന്ന് സങ്കല്പിച്ച് നോക്കൂ, നിങ്ങളുടെ തൊട്ട് മുൻപിലിരിക്കുന്ന ഒരു പേന കൈ തൊടാതെ ചിന്തകളുടെ ശക്തി കൊണ്ട് മാത്രം നിങ്ങൾക്ക് നീക്കാൻ കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും? അല്ലെങ്കിൽ മുകളിലേക്കൊന്ന് ഉയർത്താൻ കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും? ഹോളിവുഡ് സിനിമകളിൽ നായകന്മാർ മനസ്സുകൊണ്ട് കാറുകൾ മറിച്ചിടുന്നതും ഭീമൻ വസ്തുക്കളെ ഉയർത്തുന്നതുമെല്ലാം നമ്മൾ അത്ഭുതത്തോടെ കണ്ടിട്ടുണ്ട്. ഇത് വെറും ഭാവന മാത്രമാണോ? അതോ നമ്മുടെ ചിന്തകൾക്ക് ഭൗതിക ലോകത്തെ നിയന്ത്രിക്കാൻ കഴിവുണ്ടോ? സൈക്കോകൈനസിസ് എന്ന ഈ അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ച് ആധുനിക ശാസ്ത്രം എന്താണ് പറയുന്നത്? പ്രശസ്ത ശാസ്ത്രജ്ഞനായ മിച്ചിയോ കാവു ഈ നിഗൂഢമായ കഴിവിൻ്റെ സാധ്യതകളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? മനസ്സിൻ്റെ ഈ അദൃശ്യമായ ശക്തിയുടെ വാതിലുകൾ നമുക്ക് തുറന്നു നോക്കാം. പ്രശസ്ത ഗവേഷകനായ മിച്ചിയോ കാവുവിൻ്റെ ദ ഫിസിക്സ് ഓഫ് ഇംപോസിബിൾ എന്ന പുസ്തകത്തിലെ 6-ാം അധ്യായമാണ് ഈ വീഡിയോയുടെ റെഫറൻസ്. താല്പര്യമുള്ളവർക്ക് വേണ്ടി പതിവ് പോലെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, പരിശോധിക്കാം. ഒരു ദിവസം അങ്ങ് സ്വർഗ്ഗലോകത്തിൽ ദൈവങ്ങളുടെ ഒരു വലിയ സമ്മേളനം നടക്കുകയാണ്. മനുഷ്യൻ്റെ അബദ്ധപൂർവമായിട്ടുള്ള ജീവിതമാണ് വിഷയം. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ കൂട്ടത്തിലെ ഒരു ദൈവം ഒരു ആശയം പങ്കുവച്ചു. ആശയമല്ല, അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമായിരുന്നു. ആ ദൈവത്തിൻ്റെ ശക്തിയൊക്കെ വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന് കൊടുക്കാൻ പോകുന്നു. ആ മനുഷ്യൻ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നതെന്ന് ആ ദൈവത്തിന് അറിയണം. ബാക്കിയുള്ളവർക്കൊക്കെ അത് ശരിക്കും ഒരു ആശങ്കയായിട്ട് മാറിയെങ്കിലും ആ ദൈവം അത് അതേപടി പ്രാവർത്തികമാക്കി. ആ ശക്തി കിട്ടുന്നത് ജോർജ് ഫോദ്രങ്കെ എന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിക്കാണ്. അയാളൊരു സാധാരണ തുണിക്കച്ചവടക്കാരനായിരുന്നു. ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ ശക്തി കിട്ടിയപ്പോൾ അയാൾ തമാശയ്ക്കാണ് ഉപയോഗിച്ച് തുടങ്ങിയത്. ടേബിളിലിരിക്കുന്ന ഒരു പേന കൈകൊണ്ട് തൊടാതെ മനസ്സുപയോഗിച്ചിട്ട് മുകളിലേക്ക് ഉയർത്തുക, വെള്ളത്തിന് നിറം കൊടുക്കുക, ആ നിറം മാറ്റുക, ഭക്ഷണം ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക, കല്ലുകളെ ഡയമണ്ടാക്കി മാറ്റിയെടുക്കുക. കല്ലുകൾ ഡയമണ്ടായിട്ട് മാറിയപ്പോൾ അയാൾക്ക് ശരിക്കും അഹങ്കാരമുണ്ടായി. ലോകത്തിലുള്ള സകല പണവും അയാൾക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടായി. ലോകത്തെ മുഴുവനും ഭരിക്കുന്ന ഒരു സ്വേച്ഛാധിപതിയായി മാറാൻ അയാൾ തീരുമാനിച്ചു. പിന്നീട് അത് യാഥാർത്ഥ്യമാക്കാൻ അയാൾക്ക് അധികം നാളൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല. ശക്തി ഉപയോഗിച്ച് ലോകത്തെ മുഴുവനും അടിച്ചമർത്തുന്ന ഒരു സ്വേച്ഛാധിപതിയായിട്ട് മാറി. എന്നിട്ടും അഹങ്കാരം മാറിയില്ല. ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ കറങ്ങുന്ന ആ ഭൂമിയെ പിടിച്ചു നിർത്താൻ പോലും കെൽപ്പുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ് ജോർജിന് കിട്ടിയിരിക്കുന്നത്. ആ ശക്തി ഉപയോഗിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയെ അയാൾ നിശ്ചലമാക്കിയതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് ഭൂമിയിൽ സംഭവിച്ചത്. ഭൂമി എത്രമാത്രം വേഗതയിലാണോ കറങ്ങിയിരുന്നത് അത്രയും തന്നെ വേഗതയിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലുള്ള വായു ശക്തമായിട്ട് ആഞ്ഞടിക്കാൻ തുടങ്ങി. അതിൽ ഭൂമിയുടെ പ്രതലത്തിലുണ്ടായിരുന്ന സകല പദാർത്ഥങ്ങളും തെറിച്ച് നേരെ ബഹിരാകാശത്തേക്ക് പോയി. അങ്ങനെ പോകുമ്പോഴാണ് ജോർജ് അടുത്ത ഒരു ശക്തി ഉപയോഗിക്കുന്നത്. എല്ലാം പഴയതുപോലെ ആകട്ടെ. അപ്പോഴെല്ലാം പഴയതുപോലെയായി. ബഹിരാകാശത്തേക്ക് പോയിട്ടുള്ള സകല ആളുകളും സകല വസ്തുക്കളും ഭൂമിയുടെ പ്രതലത്തിലേക്ക് വന്നു. ഭൂമി പഴയതുപോലെ തന്നെ കറങ്ങാൻ തുടങ്ങി. എല്ലാം പഴയതുപോലെ ആകട്ടെ എന്ന് പറയുന്ന കൂട്ടത്തിൽ അയാൾ അത്ഭുതങ്ങളിലൂടെ സൃഷ്ടിച്ചെടുത്ത സ്വത്തുക്കളൊക്കെ പഴയ അവസ്ഥയിലേക്ക് തന്നെ പോയി. ഡയമണ്ടുകളൊക്കെ കല്ലുകളായിട്ട് മാറി. അയാൾക്ക് തന്നെ കിട്ടിയിരുന്ന ആ അത്ഭുത ശക്തികളൊക്കെ പെട്ടെന്ന് ഇല്ലാതെയായി. അയാൾ സാധാരണക്കാരനായ ഒരു മനുഷ്യനായി മാറി. 1911 H.G. വെൽസ് എഴുതിയ ഒരു ഷോർട്ട് സ്റ്റോറിയിലെ കഥയാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നീട് 1936 ഇതൊരു സിനിമയായിട്ട് ഇറങ്ങിയിരുന്നു. പിന്നീട് കുറേയധികം വർഷങ്ങൾക്ക് ശേഷം ബ്രൂസ് ആൾമൈറ്റി എന്ന പേരിൽ മറ്റൊരു സിനിമയും ഈ കഥയുടെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. സൂപ്പർ പവറുകൾ വെച്ച് തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള സൂപ്പർ പവർ അത് സൈക്കോകൈനസിസ് ആണ്. നിങ്ങൾ പലർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും. കുറേ പേർ ഫാൻഡം എന്ന് പറയും, ശക്തിമാൻ എന്ന് പറയും, സൂപ്പർമാൻ എന്ന് പറയും, സ്പൈഡർമാൻ എന്ന് പറയും. പക്ഷേ സൈക്കോകൈനസിസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ മാറിയിരിക്കും. സൈക്കോകൈനസിസ് എന്ന് പറയുന്നത് ഒരു വ്യക്തി ആ വ്യക്തിയുടെ മൈൻഡ് ഉപയോഗിച്ചിട്ട് പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളെയും നിയന്ത്രിക്കുന്നതാണ്. സകല വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള സകല മൃഗങ്ങളും സകല മനുഷ്യരും വരും. നിങ്ങൾ ചിന്തിച്ചത് സൂപ്പർമാനോ സ്പൈഡർമാനോ ഹീമാനോ എന്തുമായിക്കോട്ടെ, ആ സൂപ്പർ പവർ ഉള്ള വ്യക്തികളെ പോലും നിയന്ത്രിക്കാൻ ശേഷിയുള്ള വ്യക്തിയായിരിക്കും സൈക്കോകൈനസിസ് എന്ന് പറയുന്ന ആ സവിശേഷ പവറുള്ള വ്യക്തി. H.G. വെൽസ് ഈ ഷോർട്ട് സ്റ്റോറിയിലൂടെ പറയുന്നത് സൈക്കോകൈനസിസ് ദൈവികമായിട്ടുള്ള ഒരു ശക്തിയാണെന്നാണ്. അതായത് ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിന് മാത്രമേ സൈക്കോകൈനസിസ് എന്ന് പറയുന്ന ആ ശക്തി ഉണ്ടാകത്തുള്ളൂ. സൈക്കോകൈനസിസ് ഉള്ള ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റേതായിട്ടുള്ള ഒരു വിവേചന ശേഷി കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് കൃത്യമായിട്ടത് പ്രവർത്തിപ്പിക്കാനും സാധിക്കത്തുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്ക് സൈക്കോകൈനസിസ് എന്ന് പറയുന്ന ആ പവർ ഉണ്ട്.
പക്ഷേ നിങ്ങൾക്കത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്രമാത്രം ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, എത്രമാത്രം ഇറിറ്റേറ്റഡ് ആയിരിക്കും. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ആശയം അല്ലെങ്കിൽ നല്ലൊരു ഐഡിയ ഉണ്ട്, എന്നാൽ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇംഗ്ലീഷിലൂടെ അവതരിപ്പിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പക്കലുള്ള ആ ഐഡിയ അത് എത്ര മനോഹരമാണെങ്കിലും ഉപയോഗശൂന്യമായിരിക്കും. പലരും വിചാരിക്കുന്നത് പോലെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് അത്ര പ്രയാസമുള്ള ഒരു കാര്യമൊന്നുമല്ല. ഇതൊന്ന് നോക്കൂ. മീ ഹാവിംഗ് ഐഡിയാസ് വെൻ സേയിങ് ഇംഗ്ലീഷ് ടൈം വേർഡ്സ് നോട്ട് കമ്മിങ്. ഞാൻ നിങ്ങളെ ഇംഗ്ലീഷ് ശരിയായി സംസാരിക്കാൻ ഹെൽപ്പ് ചെയ്യും. I have ideas but I can't find the right words to express them in English. നിങ്ങൾക്ക് മനസ്സിലായോ? കണ്ടില്ലേ എത്ര ഇൻസ്റ്റന്റ് ആയിട്ടാണ് കറക്റ്റ് ആക്കി മലയാളത്തിൽ പറഞ്ഞു തന്നത്. ഈ ആപ്പ് വഴി ഓഫീസ് കോൺവെർസേഷൻ, ജോബ് ഇന്റർവ്യൂസ്, റിയൽ ടൈം കോൺവെർസേഷൻ അത്തരത്തിൽ സംസാരിക്കാൻ സാധിക്കുന്ന 1000-ൽ-അധികം ആക്ടിവിറ്റികളുണ്ട്. ഇതാണ് സൂപ്പർനോവ AI. സ്പോക്കൺ ഇംഗ്ലീഷ് ഒരു പ്രാക്ടീസ് സ്കില്ലാണ്. അത് ബുക്സ് വായിച്ചോ വീഡിയോസ് കണ്ടോ പഠിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള ഒരു എൻവയോൺമെന്റ് ഇല്ലെങ്കിൽ സൂപ്പർനോവ AI എഫക്റ്റീവായ ഒരു സൊല്യൂഷനാണ്. അപ്പോൾ സമയം കളയുന്ന, ഒട്ടും വർക്ക് ചെയ്യാത്ത പഴയകാല ലേണിംഗ് മെത്തേഡുകളൊക്കെ ഉപേക്ഷിച്ച് വളരെ സ്മാർട്ടായി സൂപ്പർനോവ AIയിലൂടെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങാം. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും സൂപ്പർനോവ AIയുടെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. വെറും 799 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്പെഷ്യൽ 3 മന്ത് പ്രീമിയം ആക്സസ് കിട്ടും. മിജിയോ കാക്കു അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഷേക്സ്പിയർ മുതൽ സ്റ്റീഫൻ കിങ് വരെയുള്ള എഴുത്തുകാർ എഴുതിയുണ്ടാക്കിയ സൈക്കോ കൈനസിസ് സവിശേഷതയുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. നമുക്ക് നേരിട്ട് റിയൽ ലൈഫ് സിനറിയിലേക്ക് പോകാം. റിയൽ ലൈഫിൽ ആരായിരുന്നു ആദ്യമായി സൈക്കോ കൈനസിസ് സവിശേഷതയുള്ള വ്യക്തിയായിട്ട് സ്വയം പറഞ്ഞു നടന്നത്? അത് പറയാൻ വളരെ വളരെ പ്രയാസമാണ്. കാരണം ചരിത്രാതീതമായിട്ടുള്ള കാലം മുതൽ തന്നെ ഇങ്ങനെയുള്ള സവിശേഷത ശക്തി ഉണ്ടെന്ന് പറഞ്ഞു നടന്ന ആളുകളുണ്ട്. മിജിയോ കാക്കു പറഞ്ഞിരിക്കുന്ന ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. ആ ഇൻസിഡൻറ്റ് നടന്നിരിക്കുന്നത് 1973-ലാണ്. അതൊരു TV ഷോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇവൻ്റാണ്. ആ TV ഷോയുടെ പേരാണ് ജോണി കാഴ്സൺ ഷോ. ഈ പരിപാടിയിൽ അന്ന് പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഇസ്രയേലുകാരനായ സൈക്കിക്കായ യൂറി ഗെല്ലർ. യൂറി ഗെല്ലറിൻ്റെ വാദം അനുസരിച്ച് അദ്ദേഹത്തിന് അങ്ങ് അകലെയുള്ള ഒരു സ്പൂണിനെ സ്പർശിക്കാതെ മനസ്സുകൊണ്ട് വളയ്ക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെറും തട്ടിപ്പാണ്, അമാനുഷികമെന്നുള്ള ഒന്നില്ല എന്ന് വാദിക്കുന്ന വ്യക്തിയാണ് അമേസിംഗ് റാൻഡി. അമേസിംഗ് റാൻഡിയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവർ 3 പേർക്കും തമ്മിൽ പരസ്പരം കണക്റ്റ് ചെയ്യുന്ന ഒരു ലിങ്കുണ്ട്. അതായത് യൂറി ഗെല്ലറും പരിപാടിയുടെ അവതാരകനായ ജോണി കാഴ്സണും മൂന്നാമത്തെ വ്യക്തിയായ അമേസിംഗ് റാൻഡിയും തമ്മിൽ ഒരു കണക്ഷനുണ്ട്. 3 പേരും മജീഷ്യൻസാണ്. പരിപാടിയിൽ ആദ്യം പങ്കെടുക്കുന്നത് യൂറി ഗെല്ലറാണ്. അപ്പോൾ യൂറി ഗെല്ലറുമായിട്ടുള്ള പരിപാടി നടക്കുന്നതിന് മുൻപ് അതിൻ്റെ അവതാരകനായ കാഴ്സൺ നേരെ അമേസിംഗ് റാൻഡിയെ കോൺടാക്റ്റ് ചെയ്തു. ഈ പരിപാടി എങ്ങനെയാണ് നടത്തേണ്ടത്, അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ തട്ടിപ്പാണോ എന്നൊക്കെയാണ് റാൻഡിയോട് ചോദിക്കുന്നത്. തട്ടിപ്പാണോ എന്നൊക്കെ താങ്കൾക്ക് മനസ്സിലാക്കാം. അതിനുവേണ്ടി ഒരു കാര്യം ചെയ്താൽ മതി. യൂറി ഗെല്ലർ കൊണ്ടുവരുന്ന സ്പൂൺ ഒരിക്കലും ഉപയോഗിക്കരുത്. അതിന് പകരം നിങ്ങളൊരു സ്പൂൺ കൊടുക്കണം. നേരത്തെ നിങ്ങൾ ഈ ഒരു സ്പൂണാണ് കൊടുക്കുന്നതെന്ന് യൂറി ഗെല്ലറിനോട് പറയരുത്. അയാൾ ആ പരിപാടിക്ക് വരില്ല. അയാൾ വന്ന് പരിപാടി തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന സ്പൂൺ വേണം അയാൾ വളയ്ക്കാൻ. അമേസിംഗ് റാൻഡി പറഞ്ഞതുപോലെ തന്നെ കാഴ്സൺ പദ്ധതികൾ ആവിഷ്കരിച്ചു. പ്രോഗ്രാം തുടങ്ങാറായി. കയ്യിൽ ഒരു സ്പൂണുമായിട്ടാണ് അന്ന് യൂറി ഗെല്ലർ വരുന്നത്. പക്ഷേ യൂറി ഗെല്ലറിന് അന്ന് ആ സ്പൂൺ ഉപയോഗിക്കാൻ സാധിച്ചില്ല. ക്യാമറ പ്രവർത്തിച്ചു തുടങ്ങി. പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷം മാത്രം കാഴ്സൺ ഒരു സ്പൂണ് യൂറി ഗെല്ലറിൻ്റെ നേർക്ക് ചൂണ്ടി. ഈ സ്പൂൺ വേണം നിങ്ങൾ വളയ്ക്കാൻ. ആ സ്പൂൺ വളയ്ക്കാനായിട്ട് അദ്ദേഹം പരമാവധി ശ്രമിച്ചു. പക്ഷേ ആ സ്പൂൺ വളഞ്ഞില്ല. കാരണം യൂറി ഗെല്ലർ കൊണ്ടുവന്ന ട്രിക്ക് അടങ്ങിയിട്ടുള്ള സ്പൂൺ ആയിരുന്നില്ലല്ലോ അന്ന് കാഴ്സൺ കൊടുത്തത്. പിന്നീട് നടന്ന അടുത്ത ഷോയിൽ പങ്കെടുക്കുന്നത് അമേസിംഗ് റാൻഡിയാണ്. അമേസിംഗ് റാൻഡി അദ്ദേഹം കൊണ്ടുവന്ന ഒരു സ്പൂൺ ഉപയോഗിച്ച് തന്നെ പരിപാടി നടത്തി. ആ പരിപാടിയിൽ അദ്ദേഹത്തിന് ആ സ്പൂൺ കൃത്യമായിട്ട് വളയ്ക്കാൻ സാധിച്ചു. അതിനുശേഷം ഒരു കാര്യം കൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് അമാനുഷികമായിട്ടുള്ളൊരു ശക്തിയേ അല്ല, ഇത് വെറും മാജിക് ട്രിക്ക് മാത്രമാണ്. ആ ട്രിക്ക് മനസ്സിലാക്കിയാൽ ആർക്കും വളരെ അനായാസമായിട്ട് വളയ്ക്കാൻ സാധിക്കും. അമേസിംഗ് റാൻഡി ഒരു വലിയ അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ആർക്കെങ്കിലും ഒരു അമാനുഷിക ശക്തി ഉണ്ടെങ്കിൽ ആ അമാനുഷിക ശക്തി എൻ്റെ മുൻപിൽ തെളിയിക്കുകയാണെങ്കിൽ അവർക്ക് $1 മില്യൺ അമേരിക്കൻ ഡോളേഴ്സ് കൊടുക്കാമെന്നാണ് അന്ന് റാൻഡി വാഗ്ദാനം ചെയ്തത്. പക്ഷേ ആരും ആ $1 മില്യൺ മേടിച്ചിട്ടില്ല. കാരണം ആർക്കും റാൻഡിയുടെ മുമ്പിൽ ഒരു അമാനുഷിക ശക്തിയും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. മിജിയോ കാക്കുവിൻ്റെ അഭിപ്രായത്തിൽ ശാസ്ത്രജ്ഞന്മാരെ വളരെ ഈസി ആയിട്ട് ഇത്തരത്തിലുള്ള മായാവിദ്യയൊക്കെ കാണിച്ച് പറ്റിക്കാൻ സാധിക്കും, അവർ വിശ്വസിക്കുമെന്നാണ്. കാരണം ശാസ്ത്രജ്ഞന്മാർ മുമ്പിൽ കാണുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആളുകളാണെന്ന് മിജിയോ കാക്കു പറയുന്നു.
പക്ഷേ അതിനോട് എനിക്ക് പൂർണ്ണമായിട്ടും എതിർപ്പാണുള്ളത്. സാധാരണ വ്യക്തികളെ ആളുകൾക്ക് പറ്റിക്കാൻ സാധിക്കുന്നത് പോലെ തന്നെ സയൻറ്റിസ്റ്റുകളെയും പറ്റിക്കാൻ സാധിക്കും. അല്ലാതെ സയൻറ്റിസ്റ്റുകളെ പ്രത്യേകമായിട്ട് നമുക്ക് കൂടുതൽ പറ്റിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കാണുന്നത് മാത്രം വിശ്വസിച്ച് ഗവേഷണങ്ങൾ നടത്തുന്നവരല്ല ഗവേഷകർ. അതിനുപരിയായിട്ട് വേറെയും പല ശാസ്ത്രീയ മെത്തേഡുകളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ കൂടിയാണ്. മിചിയോ കാകു വെറുതെ അങ്ങനെ പറഞ്ഞു പോകാതെ ചില ഉദാഹരണങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 1982 നടന്നിട്ടുള്ള ഒരു പരീക്ഷണം. ആ പരീക്ഷണത്തിന് വേണ്ടി വിവിധ പാരാസൈക്കോളജിസ്റ്റുകളെയാണ് ഇൻവൈറ്റ് ചെയ്തത്. പരീക്ഷണം നടത്തേണ്ടത് 2 ചെറുപ്പക്കാരിൽ, മൈക്കിൾ എഡ്വേർഡ്സും സ്റ്റീവ് ഷോയും. 2 പേർക്കും സൈക്കോ കൈനസിസ് എന്ന് പറയുന്ന അതുല്യമായ പ്രതിഭയുണ്ട്. അത് പാരാസൈക്കോളജിസ്റ്റുകളുടെ മുൻപിൽ അവർ അവതരിപ്പിക്കുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന സകല പാരാസൈക്കോളജിസ്റ്റുകളും അതിൽ ശരിക്കും ഇംപ്രസ്ഡായി. അങ്ങ് അകലെയുള്ള ഒരു മെറ്റലിനെ കൈകൊണ്ട് തൊടാതെ മനസ്സുകൊണ്ട് വളയ്ക്കുക, ദൂരെ കിടക്കുന്ന ഒരു വസ്തുവിനെ മുകളിലേക്ക് കൈകളൊന്നും ഉപയോഗിക്കാതെ ഉയർത്തുക, അവിടുന്ന് അതിനെ എടുത്ത് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി വയ്ക്കുക, മുൻപിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ വായിച്ചെടുത്ത് പറയുക. അതിനെല്ലാം ഉപരിയായി ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ ഒരു ചിത്രം ഉണ്ടാക്കിയെടുക്കുക. ആ ഫിലിം ഉപയോഗിച്ചിട്ട് ക്യാമറയിൽ ചിത്രമൊന്നും പകർത്തുന്നില്ല, വെറും ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ഫിലിമാണ്. ആ ഫിലിമിൽ ഇവർ മനസ്സ് മാത്രം ഉപയോഗിച്ചിട്ട് ഒരു ചിത്രം ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇവർ മനസ്സിൽ ചിന്തിച്ച അതേ ചിത്രം തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴും അവിടുത്തെ പാരാസൈക്കോളജിസ്റ്റുകളൊക്കെ ശരിക്കും ഇംപ്രസ്ഡായി. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പാരാസൈക്കോളജിസ്റ്റായ മൈക്കിൾ താൽബോൺ ഈ സവിശേഷതമായിട്ടുള്ള ശക്തിക്ക് ഒരു പേര് കൊടുത്തു, ഒരു സയൻറ്റിഫിക് ടേം. അതാണ് സൈക്കോ കൈനൈറ്റ്. മക്ഡൊണാൾഡ് ലബോറട്ടറി ഫോർ ഫിസിക്കൽ റിസർച്ചിലെ പാരാസൈക്കോളജിസ്റ്റുകളും ഇംപ്രസ്ഡായി. അവർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ശാസ്ത്ര പ്രബന്ധം പോലും എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഈ 2 പയ്യന്മാർ ഒരു പ്രസ്താവന നടത്തി. അവർ ആ സയൻറ്റിസ്റ്റുമാരെ എല്ലാം പറ്റിക്കുകയായിരുന്നു. അവർക്ക് അത്തരത്തിലുള്ള ഒരു സവിശേഷത ശക്തിയുമില്ല, ഇതെല്ലാം വെറും മാജിക് ട്രിക്കുകൾ മാത്രമാണ്. ആ കൂട്ടത്തിൽ തന്നെ ഒരു വ്യക്തിയായ സ്റ്റീവ് ഷോ പിന്നീട് അതിപ്രശസ്തനായിട്ടുള്ള ഒരു മജീഷ്യനായിട്ട് മാറി. നാഷണൽ ടെലിവിഷനിൽ അദ്ദേഹം ഒരു നിത്യ സാന്നിധ്യമായിരുന്നു. ഡ്യൂക്ക് യൂണിവേഴ്സിറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ് സൈക്കോ കൈനസിസുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. അവർക്ക് മിക്സറായിട്ടുള്ള ഒരു ഔട്ട്കമാണ് കിട്ടിയത്. അവരുടെ ആ എക്സ്പെരിമെൻറ്റിലൂടെ സൈക്കോ കൈനസിസ് യാഥാർത്ഥ്യമാണെന്നോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കപടതയുണ്ടെന്നോ തെളിയിക്കാൻ സാധിച്ചില്ല. ഇതേ മേഖലയുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന ഒരു പ്രൊഫസറാണ് ഗെർട്രൂഡ് ഷ്മിൽഡർ. ഗെർട്രൂഡ് ഷ്മിൽഡർ അവരുടെ സ്റ്റുഡൻസിനെയൊക്കെ ഉപയോഗിച്ച് കുറേയധികം പരീക്ഷണങ്ങൾ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് നടത്തി. പ്രധാനമായിട്ടും കോക്ടെയിൽ പാർട്ടികളിലാണ് അവർ പരീക്ഷണങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഈ പാർട്ടികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഇങ്ങനെയുള്ള സൈക്കിക്കുകൾ പങ്കെടുക്കും. എന്നിട്ട് എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് അവരുടെ അത്ഭുത സിദ്ധികൾ അവർ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ അത്ഭുത സിദ്ധികളുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ പരീക്ഷണങ്ങൾ നടത്തുന്നത്. ഈ പുസ്തകം എഴുതിയ മിചിയോ കാകുവിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ഗെർട്രൂഡ് ഷ്മിൽഡർ. പരീക്ഷണങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ഇവർ 2 പേരും പരസ്പരം കണ്ടുമുട്ടി. വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു കണ്ടുമുട്ടലായിരുന്നു. ആ സമയത്ത് ഗെർട്രൂഡ് ഷ്മിൽഡർ നടത്തിയ പരീക്ഷണത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മിചിയോ കാകുവിനോട് പറഞ്ഞു കൊടുത്തു. നടത്തിയ പരീക്ഷണത്തിൽ ഒരൊറ്റ തവണ മാത്രമാണ് സൈക്കിക്കുകൾക്ക് വിജയിക്കാൻ സാധിച്ചത്. ബാക്കി എല്ലാ തവണയും പരാജയമായിരുന്നു. പക്ഷേ വിജയിച്ചു എന്ന് പറയപ്പെടുന്ന ആ ഒരു എക്സ്പെരിമെൻറ്റിൽ പോലും വളരെ വളരെ നേർത്ത മാർജിനിലായിരുന്നു വിജയം. പരീക്ഷണം നടത്തിയത് ഒരു കണ്ടീഷണലായിട്ടുള്ള ലബോറട്ടറിയിലായിരുന്നു. അവിടുത്തെ താപനില കൃത്യമാണ്. ആ മുറിയുടെ വിവിധ ഭാഗങ്ങളിലായി ഒരുപാട് തെർമോമീറ്ററുകൾ അറേഞ്ച് ചെയ്തു. അവിടുത്തെ താപനില വർദ്ധിപ്പിക്കണമെന്നതായിരുന്നു അവർക്ക് കൊടുത്തിരുന്ന ടാസ്ക്. ദൈർഘ്യമേറിയ ആ പരീക്ഷണങ്ങൾക്കെല്ലാം ഒടുവിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു തെർമോമീറ്ററിലെ റീഡിംഗ് 0.1 ഡിഗ്രി ഉയർന്നു. 0.1 ഡിഗ്രി എന്ന് പറയുന്നത് വളരെ വളരെ നേർത്ത ഒരു ടെമ്പറേച്ചർ മാത്രമാണ്. അത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മിസ്റ്റേക്കിലൂടെ പോലും ഉയരുന്നതാണ്. പക്ഷേ അത് അവർ വിജയിച്ചു എന്ന രീതിയിൽ തന്നെയാണ് ഗെർട്രൂഡ് ഷ്മിൽഡർ എടുത്തിരിക്കുന്നത്. എന്നിട്ട് പോലും അവർക്ക് അത് മാത്രമേ വിജയിക്കാൻ സാധിച്ചുള്ളൂ. ബാക്കിയെല്ലാം വലിയ പരാജയങ്ങളായിരുന്നു. കൂട്ടത്തിൽ ഏറ്റവും കോൺട്രോവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു പരീക്ഷണം നടത്തിയത് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയാണ്. പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയുടെ പിയർ പ്രോഗ്രാമിലൂടെയായിരുന്നു അന്ന് ആ പരീക്ഷണം നടത്തിയത്. പിയർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പ്രിൻസ്റ്റൺ എഞ്ചിനീയറിംഗ് അനോമലീസ് റിസർച്ച് പ്രോഗ്രാം. അതിന് നേതൃത്വം നൽകിയിരുന്നത് റോബർട്ട് ജി ജോൺ ആണ്. പരീക്ഷണം 1979 തുടങ്ങിയത്. എന്നാൽ അത് അവസാനിച്ചത് 2007 കോയിൻ ടോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ പരീക്ഷണം നടത്തുന്നത്. കോയിൻ ടോസ് ചെയ്യും. ഇപ്പോൾ ടോസ് ചെയ്യുന്ന ആ കോയിൻ ഹെഡായിട്ടോ അല്ലെങ്കിൽ ടെയിലായിട്ടോ വീഴും. മനസ്സുപയോഗിച്ചിട്ട് ഒരാൾക്കത് നിയന്ത്രിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് അവർ പരീക്ഷിക്കുന്നത്. അവർ 17 ലക്ഷം ട്രയലുകൾ നടത്തി.
മൊത്തം ടോസുകൾ നടത്തിയത് 34 കോടി തവണയാണ്. ആ 34 കോടി തവണ നടത്തിയിട്ടുള്ള പരീക്ഷണത്തിൽ വളരെ ചെറിയ മാർജിനിൽ സൈക്കിക്കുകൾക്ക് വിജയിക്കാൻ സാധിച്ചു എന്ന് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി അവകാശപ്പെട്ടു. പക്ഷേ അനവധി ഗവേഷകർ ഈ റിസർച്ച് ഫലത്തെ ചോദ്യം ചെയ്തിരുന്നു. കാരണം അവർ പറഞ്ഞിരിക്കുന്ന ആ വളരെ നേരിയ മാർജിൻ അത് നമുക്ക് ഇഗ്നോർ ചെയ്യാൻ സാധിക്കുന്ന, തള്ളിക്കളയാൻ സാധിക്കുന്ന മാർജിൻ മാത്രമാണ്. കൂടാതെ വേറൊരു കൂട്ടം ഗവേഷകർ പറഞ്ഞത് അവരുടെ ഡേറ്റ കൃത്യമല്ല, അത് ബയാസ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ അതിൽ കൃത്രിമത്വം നടത്തിയിട്ടുണ്ടെന്നാണ്. 1988 അമേരിക്കൻ ആർമി ഇതുമായി ബന്ധപ്പെട്ടൊരു പരീക്ഷണം നടത്തിയിരുന്നു. അപ്പോൾ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ സയൻറ്റിഫിക്കലി വാലിഡ് ആയിട്ടുള്ള ഒരു ശക്തിയാണോ, അങ്ങനെ വാലിഡ് ആണെങ്കിൽ അതെന്തുകൊണ്ട് നമുക്ക് യുദ്ധങ്ങളിൽ ഉപയോഗിച്ചുകൂടാ. അപ്പോൾ അതിനുവേണ്ടി അവർ ചില പ്രത്യേക പവറുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഭിത്തിയുടെ ഉള്ളിലൂടെ ആ ഭിത്തി ചാടാതെ അല്ലെങ്കിൽ അത് തുരന്നു പോകാതെ ഒരു വ്യക്തിക്ക് കടന്നു പോകാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ശരീരത്തിനുള്ളിൽ നിന്നും ആത്മാവ് എന്നൊക്കെ പറയാൻ സാധിക്കുന്ന ഒരു വസ്തുത വെളിയിലേക്ക് അദൃശ്യമായിട്ട് സഞ്ചരിച്ച് പോകാൻ സാധിക്കുമോ, പിന്നീട് തിരിച്ച് ഇതേ ശരീരത്തിൽ തന്നെ വന്ന് പ്രവേശിക്കാൻ സാധിക്കുമോ, ഒരു വസ്തുവിനെ കൈകൊണ്ടൊന്നും തൊടാതെ തന്നെ മുകളിലേക്ക് ഉയർത്തി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ. ശക്തി ഉണ്ടെന്ന് വാദിച്ചിരുന്ന പല ആളുകളെയും ഈ പരീക്ഷണത്തിന് വേണ്ടി കൊണ്ടുവന്നു. പക്ഷേ അതൊന്നും സയൻറ്റിഫിക്കലി വാലിഡ് ആണെന്ന് തെളിയിക്കാൻ അമേരിക്കൻ ആർമിക്ക് സാധിച്ചില്ല. എല്ലാ സയൻറ്റിഫിക് സ്റ്റഡികളും ഒരുപോലെ പറയുന്ന സൈക്കോ കൈനസിൻ്റെ 1-2 പ്രശ്നങ്ങളുണ്ട്. ഒരു പ്രശ്നം നമ്മുടെ കൺസർവേഷൻ ഓഫ് എനർജിയെ ഇത് ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു വസ്തുവിനെ നമ്മൾ തൊടാതെ മുകളിലേക്ക് ഉയർത്തണമെങ്കിൽ ആ വസ്തുവിൽ നമ്മൾ ഒരു ഊർജ്ജം കൊടുക്കണം. ഒരു വസ്തുവിനെ ഞാനിപ്പോൾ 1 മീറ്റർ ഉയരത്തിലേക്ക് ഉയർത്തിയെന്ന് കരുതുക. അപ്പോൾ ആ വസ്തുവിനൊരു മാസുണ്ട്, അതൊരു 10 കിലോഗ്രാം എന്ന് കരുതുക. അപ്പോൾ ഗ്രാവിറ്റി ഉണ്ട്, ഗ്രാവിറ്റിക്ക് എതിരെയാണല്ലോ നമ്മൾ മുകളിലേക്ക് പൊക്കുന്നത്. അപ്പോൾ ഗ്രാവിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ആണ്, അത് 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ മാസ് നമുക്കറിയാം, അതുപോലെ ഗ്രാവിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്കറിയാം, കൂടാതെ എത്രമാത്രം ഉയരത്തിലേക്കാണ് ഉയർത്തുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഊർജ്ജം കിട്ടും. അത് അങ്ങനെ മുകളിലേക്ക് ഉയർത്തി വയ്ക്കുന്ന ആ വസ്തുവിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. പക്ഷേ ഒരു എനർജി അതിലേക്ക് കൊടുത്താൽ മാത്രമേ ആ എനർജി ഉപയോഗിച്ചിട്ട് അതിന് അത്രയും മുകളിലേക്ക് ഉയരാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ മൈൻഡ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ആ വസ്തുവിനെ മുകളിലേക്ക് ഉയർത്തുന്നതെങ്കിൽ അവിടെ അങ്ങനെ ഒരു ശക്തി പ്രയോഗിക്കപ്പെടുന്നില്ല. നമ്മൾ കൈകൊണ്ടോ അല്ലെങ്കിൽ ക്രെയിനൊക്കെ ഉപയോഗിച്ചിട്ടോ ആണ് മുകളിലേക്ക് ഉയർത്തുന്നതെങ്കിൽ ആ ക്രെയിൻ്റെ അല്ലെങ്കിൽ ആ കൈയുടെ ഊർജം അത് mgh ആയിരിക്കും. മാസേ ഗുണം ഗ്രാവിറ്റി ഗുണം ഹൈറ്റ്, എത്രമാത്രം മുകളിലേക്ക് ഉയർത്തി എന്നുള്ള ആ ദൂരം. കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിൽ ഇത് ശരിക്കും യാഥാർത്ഥ്യമാക്കാൻ മനുഷ്യരെ കൊണ്ട് സാധിക്കുമോ? ഭാവിയിൽ എപ്പോഴെങ്കിലും ഇത് യാഥാർത്ഥ്യമാകുമോ? യാഥാർത്ഥ്യമാകും. മനുഷ്യൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തെളിവുകൾ സഹിതമാണ് മിച്ചിയോ കാകു ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതിന് നമ്മളെ സഹായിക്കാൻ പോകുന്നത് സാങ്കേതിക വിദ്യ മാത്രമല്ല, നമ്മുടെ തലച്ചോറ് കൂടിയാണ്. തലച്ചോറിലെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന, ചിന്തകൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഉപകരണമാണ് EEG. EEGയിലൂടെ നമുക്ക് ചില പാറ്റേണുകൾ കിട്ടും. ആ പാറ്റേണുകൾ നമ്മളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനമനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു വ്യക്തിയുടെ EEG ലൈവായിട്ട് ഒരു സ്ക്രീനിലൂടെ ആ വ്യക്തിയെ കാണിക്കുകയാണെന്ന് കരുതുക. അപ്പോൾ അയാൾ ചിന്തിക്കുന്ന രീതി അനുസരിച്ച്, ചിന്തിക്കുന്ന കാര്യങ്ങളനുസരിച്ച് ഈ പാറ്റേൺ മാറും. അപ്പോൾ അയാളുടെ നിയന്ത്രണത്തിലൂടെ നമുക്ക് ആ പാറ്റേണുകൾ കംപ്ലീറ്റ്ലി മാറ്റാൻ സാധിക്കില്ലെങ്കിലും ഭാഗികമായിട്ടെങ്കിലും മാറ്റാൻ സാധിക്കും. അത് ശരിക്കും സൈക്കോ കൈനസിൻ്റെ മറ്റൊരു ഭാഗമല്ലേ? സൈക്കോ കൈനസിൽ നമ്മൾ തൊടുന്നില്ല, മനസ്സുകൊണ്ടാണ് ഒരു വസ്തുവിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. ഇവിടെ ആ പാറ്റേൺ എങ്ങനെയാകണമെന്ന് ചിന്തിക്കുന്നതും അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതും അത് വിദൂരതയിൽ നിന്നുകൊണ്ട് മാത്രം അതിനെ നോക്കിക്കാണുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനായിരിക്കും. ഇതിനെയാണ് ബയോ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ബയോ ഫീഡ്ബാക്ക് അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിലൂടെ മാത്രമാണ് ഒരു വ്യക്തിക്ക് അവിടുത്തെ പാറ്റേണുകളിൽ മാറ്റം വരുത്താൻ സാധിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന ആ സിഗ്നലിനെ നമുക്ക് ഒരു സ്ക്രീനിലേക്ക് കൊടുക്കാതെ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡിവൈസിലേക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിലോ, ഒരു പ്രത്യേക പാറ്റേൺ വരുമ്പോൾ ആ ഡിവൈസ് പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഉള്ളതെങ്കിലോ, അതൊരു വീൽ ചെയർ ആണെങ്കിലോ, വീൽ ചെയർ മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ഒരു സിഗ്നലാണ് നമ്മൾ പാറ്റേണായിട്ട് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ചിന്ത മാത്രം ഉപയോഗിച്ചിട്ട് ഒരു വീൽ ചെയറിനെ മുന്നോട്ട് സഞ്ചരിപ്പിക്കാം, അതിൻ്റെ വേഗത കൂട്ടാം, വേഗത കുറയ്ക്കാം, അതിനെ വളയ്ക്കാം, അതിനെ റിവേഴ്സിൽ കൊണ്ടുവരാം. മനസ്സുപയോഗിച്ചിട്ട് ഒരു വസ്തുവിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഒരു മൗസിൻ്റെ കഴ്സർ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. കഴ്സർ മൂവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കഴ്സർ ഉപയോഗിച്ച് ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ മനസ്സുപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്കൊരു വീഡിയോ ഗെയിം കളിക്കാൻ സാധിക്കും.
ഒരു വ്യക്തിക്ക് പ്രാക്ടീസിലൂടെ 26 വ്യത്യസ്തമായിട്ടുള്ള പാറ്റേണുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അയാൾക്ക് ഇംഗ്ലീഷിൽ ഒരു വാചകം എഴുതാൻ പറ്റും. ഇത് ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് പാരാലിസിസ് ബാധിച്ച് കഴുത്തിന് കീഴ്പോട്ട് തളർന്നു കിടക്കുന്ന ആളുകളെയാണ്. കാരണം അവർക്ക് വേറൊരാളുടെ സഹായമില്ലാതെ അവരുടെ വീൽ ചെയർ സഞ്ചരിപ്പിക്കാൻ സാധിക്കും. അവർക്ക് വേണമെങ്കിൽ ഒരു ലെറ്റർ എഴുതാൻ സാധിക്കും. ആ ലെറ്ററുകൾ വേണമെങ്കിൽ ഒരു വോയിസിലൂടെ വാചകങ്ങളായിട്ട് ആളുകളുടെ ചെവിയിലെത്തിക്കാൻ പോലും സാധിക്കും. അല്ലെങ്കിൽ അങ്ങനെ സാധിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് ട്യൂബിഞ്ചനിലെ ഒരു ഗവേഷകനായ നീൽസ് ബിർബൗമർ ഭാഗികമായിട്ട് പാരാലിസിസ് ബാധിച്ച് ശരീരം തളർന്നിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ട് അയാളുടെ തലച്ചോറിൽ വ്യത്യസ്തമായിട്ടുള്ള പാറ്റേണുകൾ ഉണ്ടാക്കി ആ പാറ്റേണുകളുടെ സഹായത്താൽ സ്ക്രീനിൽ ഒരു വാചകം എഴുതിപ്പിച്ചു. മറ്റൊരു കൂട്ടം ഗവേഷകർ കുരങ്ങന്മാരെയാണ് പരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചത്. കുരങ്ങന്മാരുടെ തലയിൽ ഇലക്ട്രോഡുകൾ ഘടിപ്പിച്ചതിന് ശേഷം അവർക്ക് നിരന്തരമായിട്ട് ട്രെയിനിങ് കൊടുത്തു. ആ ട്രെയിനിങ്ങിന് ഒടുവിൽ കുരങ്ങന്മാർക്ക് ഒരു ഇലക്ട്രോണിക് ആമിനെ ചലിപ്പിക്കാൻ സാധിച്ചു. അതായത് ഒരു റോബോട്ടിനെ ചലിപ്പിക്കാൻ അവരെ കൊണ്ട് സാധിച്ചു. എമറി യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു മുത്തിലാണ് അത്ഭുതം സൃഷ്ടിച്ചത്. ആ ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ മുത്ത് സ്ട്രോക്ക് ബാധിച്ച് ശരീരം തളർന്നു കിടന്ന ഒരു വ്യക്തിയുടെ തലച്ചോറിൽ ഘടിപ്പിച്ചു. അതിനുശേഷം അവിടെ നിന്നൊരു വയറ് ഒരു കമ്പ്യൂട്ടറിലേക്ക് പോകുന്നുണ്ട്. ഇവർക്ക് നിരന്തരമായിട്ട് ബയോ ഫീഡ്ബാക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ കൊണ്ട് തലച്ചോറിൽ പാറ്റേണുകൾ ഉണ്ടാക്കിയതിന് ശേഷം സ്ക്രീനിൽ വാചകങ്ങൾ ടൈപ്പ് ചെയ്യിപ്പിച്ചു. അതിനുശേഷം ഇവരുടെ തന്നെ വീൽ ചെയർ മുന്നോട്ടും പുറകോട്ടും ഒക്കെ സഞ്ചരിപ്പിക്കാനും ഇതേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തന്നെ അവർക്കന്ന് സാധിച്ചിരുന്നതാണ്. ഈ കൂട്ടത്തിൽ തന്നെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കിയെടുത്തത് ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ ഒരു ന്യൂറോ സയൻറ്റിസ്റ്റ് ആയിരുന്ന ജോൺ ഡൊണോഗയാണ്. അപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത് ബ്രെയിൻ ഗേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന 4 മില്ലിമീറ്ററോളം മാത്രം വീതി ഉണ്ടായിരുന്ന ഒരു ചെറിയ ചിപ്പാണ്. സിലിക്കൺ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ചിപ്പ്. അപ്പോൾ ഈ ചിപ്പിൻ്റെ പ്രത്യേകത അതിൻ്റെ അകത്ത് 100ഓളം ഇലക്ട്രോഡുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ തലച്ചോറിൻ്റെ മോട്ടോർ ആക്ടിവിറ്റികളെ കോർഡിനേറ്റ് ചെയ്യുന്ന ഭാഗത്ത് കോർട്ടക്സിൻ്റെ ഭാഗത്താണ് പ്ലേസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോട്ടോർ ആക്ടിവിറ്റികൾ അതിലൂടെ നടപ്പിലാക്കാൻ സാധിക്കും. മോട്ടോർ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ വോളണ്ടറി നമ്മുടെ സ്വന്തം തീരുമാനത്താൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ്. അപ്പോൾ നമ്മൾ കൈകൾ ചലിപ്പിക്കുന്നു. അപ്പോൾ ഇത് മോട്ടോർ ആക്ടിവിറ്റിയാണ്. അപ്പം നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കാൻ ഈ ഇലക്ട്രോഡ് കൊണ്ട് സാധിക്കും. ഇത് പ്ലേസ് ചെയ്യുന്നത് 25 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന മാത്യു നെഗലയുടെ തലച്ചോറിലാണ്. മാത്യു നെഗലെ അദ്ദേഹത്തിൻ്റെ കഴുത്തിന് കീഴ്പോട്ടുള്ള ഭാഗമൊക്കെ തളർന്ന് അവശനായി കിടക്കുന്ന ഒരു രോഗിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ തലയിൽ ഇത് ഘടിപ്പിക്കുകയും അദ്ദേഹത്തിന് 1 ദിവസത്തോളം ട്രെയിനിങ് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം അത്ഭുതങ്ങളായിരുന്നു അന്ന് അദ്ദേഹം അവിടെ കാണിച്ചു കൂട്ടിയത്. വേറെ ആരുടെയും സഹായമില്ലാതെ TV ചാനൽ മാറ്റുക, TVയുടെ വോള്യൂം കൂട്ടുക, വോള്യൂം ഒന്ന് കുറയ്ക്കുക, അദ്ദേഹത്തിൻ്റെ തലച്ചോറുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു പ്രോസ്തെറ്റിക് ഹാൻഡ് അല്ലെങ്കിൽ ഒരു കൈ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കൈ തുറക്കാനും അടയ്ക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. ഒരു കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിലുണ്ടായിരുന്ന കഴ്സർ ചലിപ്പിക്കാൻ സാധിച്ചു. അത് ചലിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു വീഡിയോ ഗെയിം വന്ന് അദ്ദേഹം കളിച്ചു. ഇതെല്ലാം വെറും ഒരൊറ്റ ദിവസത്തെ ട്രെയിനിങ് കൊണ്ട് മാത്രമാണെന്ന് ചിന്തിക്കണം. അത്രയധികം വ്യത്യസ്തമായിട്ടുള്ള പാറ്റേൺ വളരെ ഈസി ആയിട്ടാണ് അന്ന് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. ഇതിനെ തുടർന്ന് 2006 നേച്ചർ മാഗസിൻ്റെ കവർ പേജിൽ അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് അന്ന് പ്രസിദ്ധീകരിച്ചു വന്നത്. ബ്രെയിൻ ഗേറ്റ് ചിപ്പ് ഏകദേശം കോർട്ടക്സിൻ്റെ ഉള്ളിലേക്ക് ഒരു 2 മില്ലിമീറ്റർ ആഴത്തിൽ അന്ന് പോയിട്ടുണ്ടായിരുന്നു. ആ പോയിരിക്കുന്ന ചിപ്പുമായിട്ട് ഒരു ഗോൾഡൻ വയറ്, ഒരു സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയ വയറ് കണക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഗോൾഡൻ വയർ ആകുമ്പം ഒട്ടും ലോസ് ഇല്ലാതെ കൂടുതൽ സിഗ്നലിനെ അയക്കാൻ പറ്റും. ഈ ചിപ്പ് ഉണ്ടാക്കുന്ന സിഗ്നൽ അത് വളരെ വളരെ നേർത്ത ഒരു സിഗ്നൽ മാത്രമാണ്. അപ്പോൾ ആ നേർത്ത സിഗ്നൽ കൊണ്ട് കമ്പ്യൂട്ടറിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഗോൾഡൻ വയർ ആദ്യം പോകുന്നത് ഒരു ചെറിയ ആംപ്ലിഫയറിലേക്കാണ്. ആംപ്ലിഫയർ അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യും. പിന്നീടാണ് അത് കമ്പ്യൂട്ടറിലേക്ക് പോകുന്നത്. ഇത് കംപ്ലീറ്റ്ലി വയേർഡാണ്. പക്ഷേ അത് വയേർഡ് അല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഡ്രസ്സ് ധരിക്കാൻ പോലും സാധിക്കുമായിരുന്നു. പക്ഷേ വയേർഡ് ആയതുകൊണ്ട് ഡ്രസ്സ് ധരിക്കാൻ സാധിച്ചില്ല. എല്ലായ്പ്പോഴും അദ്ദേഹത്തിനോടൊപ്പം ഈ വയറും ഈ ആംപ്ലിഫയറും കമ്പ്യൂട്ടറും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് വെളിയിലേക്ക് അദ്ദേഹത്തിന് ഇഷ്ടം പോലെ സഞ്ചരിച്ച് പോകാനൊന്നും സാധിക്കില്ല. പക്ഷേ അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹം ചിന്തിക്കുന്ന പല കാര്യങ്ങളും ചെയ്യാൻ ആ പെർമനൻ്റ്ലി പാരാലിസിസ് ബാധിച്ചിട്ടുള്ള വ്യക്തിക്ക് സാധിക്കുമായിരുന്നു. അതൊരു വലിയ കാര്യമാണ്. കാരണം വെറും 25 വയസ്സ് മാത്രം പ്രായമുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾ ജീവിക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ ഒന്നും ചെയ്യാൻ സാധിക്കാതെ വെറും തലയിലെ ചലനങ്ങൾ കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് കഴിഞ്ഞുകൂടാൻ സാധിക്കില്ല.
ശരിക്കും പറഞ്ഞാൽ അയാൾക്കൊരു പുനർജന്മമാണ് അന്ന് ജോൺ എന്ന ഗവേഷകൻ കൊടുത്തത്. ജോൺ ശരിക്കും ഭയന്നുണ്ടാക്കിയിട്ടുള്ളൊരു കണ്ടുപിടുത്തമാണ്. കാരണം ജോണിന് ചെറിയ പ്രായത്തിൽ ചില അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർമാർ പറഞ്ഞത് അധികം കാലമൊന്നും ഇദ്ദേഹത്തിന് നടക്കാനൊന്നും സാധിക്കില്ല, കുറേ കഴിയുമ്പോൾ തളർന്ന് കിടപ്പിലായി പോകുമെന്നാണ്. അപ്പോൾ അത് ഓർത്ത് ഭയന്നാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു കണ്ടെത്തൽ നടത്തിയത്. തലച്ചോറിൻ്റെ ഒരു ഭാഗത്ത് മാത്രമല്ല ബ്രെയിൻ ഗേറ്റ് സ്ഥാപിക്കാൻ സാധിക്കുന്നത്, പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും. ഓരോ ഭാഗങ്ങൾക്കും ഓരോ വ്യത്യസ്തമായിട്ടുള്ള പ്രവൃത്തികളാണ്. അനേകം ഭാഗങ്ങളിൽ അനേകം ബ്രെയിൻ ഗേറ്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒരു എക്സോസ്കെലിറ്റൻ പോലും ഒരു വ്യക്തിയുടെ മുകളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ എക്സോസ്കെലിറ്റൻ കൂടി സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ എക്സോസ്കെലിറ്റൻ്റെ സഹായത്താൽ പൂർണ്ണമായിട്ടും പാരാലിസിസ് ബാധിച്ച് തളർന്നു കിടക്കുന്ന വ്യക്തിക്ക് ഒരു കൂസലുമില്ലാതെ മറ്റൊരാളുടെ സഹായമില്ലാതെ സ്വയം എഴുന്നേറ്റ് നടക്കാൻ സാധിക്കും. എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല, സാധാരണ ഒരു മനുഷ്യന് ചെയ്യാൻ പ്രയാസമായിട്ടുള്ള കാര്യങ്ങൾ പോലും ആ എക്സോസ്കെലിറ്റൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കും. എക്സോസ്കെലിറ്റൻ കൊണ്ട് അർത്ഥമാക്കുന്നത് കമ്പ്യൂട്ടറുകളുടെയും ആംപ്ലിഫയറുകളുടെയും കോമ്പിനേഷനാണ്. പാരാലിസിസ് ബാധിച്ച് ശരീരമൊക്കെ തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ട് സാധാരണ ഒരു മനുഷ്യനെ പോലെ ജീവിപ്പിക്കുന്ന ഒരു അത്ഭുത ശക്തി ശാസ്ത്രത്തിന് കൊടുക്കാൻ സാധിക്കുമെന്നൊക്കെ ഗവേഷകർ തെളിയിച്ചു കഴിഞ്ഞു. പക്ഷേ നമുക്കൊട്ടും പിടിതരാതെ കിടക്കുന്ന മറ്റൊരു ശക്തിയാണ് ലെവിറ്റേഷൻ. അത് ഈ സൈക്കോകൈനസിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങ് ദൂരെ കിടക്കുന്ന ഒരു വസ്തുവിനെ നമ്മൾ കൈകൊണ്ടൊന്നും തൊടാതെ മുകളിലേക്ക് മനസ്സുപയോഗിച്ചുകൊണ്ട് ചിന്തകൾ ഉപയോഗിച്ചുകൊണ്ട് ഉയർത്തുക. കേൾക്കുമ്പോൾ ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്നൊക്കെ തോന്നുമെങ്കിലും മിഷിയോ കാഗു പറയുന്നത് ഇത് നടക്കുന്ന ഒരു കാര്യമാണെന്നാണ്. ശരിക്കും ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ചില തിയറികളൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അത്തരത്തിലുള്ള ഒരു എഫക്റ്റാണ് മെയ്സ്നർ എഫക്റ്റ്. മെയ്സ്നർ എഫക്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു വസ്തുവിനെ തൊടാതെ നമുക്ക് മുകളിലേക്ക് ഉയർത്താൻ സാധിക്കും. അതായത് ഗ്രാവിറ്റിക്കെതിരെ അതിന് സഞ്ചരിക്കാൻ സാധിക്കും. എങ്ങനെയാണെന്നല്ലേ? അതിന് നമുക്ക് ഒരു സൂപ്പർ കണ്ടക്ടർ വേണം. സൂപ്പർ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കണ്ടക്ടറിനെ വളരെ വളരെ കുറഞ്ഞ താപനിലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് കിട്ടുന്ന ഒരു സൂപ്പർ പവറാണ്. അതിൻ്റെ ഉള്ളിലൂടെ അപ്പോൾ കടന്നു പോകുന്ന വൈദ്യുതി ഊർജ്ജത്തിന് ഒരു തടസ്സവുമില്ല, ഒരു റെസിസ്റ്റൻസുമില്ല, ഒരു ലോസുമില്ലാതെ അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതുമാത്രമല്ല അതിൻ്റെ സവിശേഷത, ഇങ്ങനെയുള്ള സൂപ്പർ കണ്ടക്ടറിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റിനെ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ആ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ അവിടെ നിന്ന് വെളിയിലേക്ക് പോകും. ഒരു ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ പ്രത്യേകത അതിൻ്റെ ഉള്ളിൽ നിന്നും നോർത്ത് പോളിലൂടെ ഒരു കാന്തിക വലയം അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ വെളിയിലേക്ക് വരുമെന്നുള്ളതാണ്. അങ്ങനെ അത് വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊന്ന് ചുറ്റിക്കറങ്ങിയതിന് ശേഷം തിരിച്ച് അതിൻ്റെ സൗത്ത് പോളിൽ എത്തിച്ചേരും. പിന്നെ സൗത്ത് പോളിൻ്റെ ഉള്ളിലൂടെ, അതായത് മാഗ്നറ്റിൻ്റെ ഉള്ളിലൂടെ അത് സഞ്ചരിച്ച് നോർത്ത് പോളിലെത്തും. അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ഭൂമിയിലും ഇതേപോലെ നോർത്ത് പോളിലൂടെ കാന്തിക വലയം വെളിയിലേക്ക് വന്ന് സൗത്ത് പോളിലൂടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിനെ നമ്മളൊരു സൂപ്പർ കണ്ടക്ടറിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള, അതായത് സൗത്ത് പോളിൽ നിന്നും നോർത്ത് പോളിലേക്ക് പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പെട്ടെന്ന് വെളിയിലേക്ക് തെറിച്ചു പോകും. അങ്ങനെ വെളിയിലേക്ക് തെറിച്ചു പോകുന്ന ആ പവർ കാരണം ആ സൂപ്പർ കണ്ടക്ടറിൻ്റെ മുകളിലിരിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റ് പതിയെ മുകളിലേക്ക് ഉയരും. അതായത് ഗ്രാവിറ്റിക്ക് എതിരെ അത് സഞ്ചരിക്കും. ഇത് നമ്മുടെ റിയൽ ലൈഫ് സിനറിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി കുറേ കൂടെ ഒരു ഉയർന്ന ടെക്നോളജി ആയിട്ട് വളരണം. കാരണം ഇപ്പോൾ വളരെ വളരെ കുറഞ്ഞൊരു ടെമ്പറേച്ചറിൽ മാത്രമാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി കിട്ടുന്നത്. എന്നാൽ അത് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ഒരു 30 ഡിഗ്രി സെൽഷ്യസിലൊക്കെ നമുക്കിത് കിട്ടുകയാണെങ്കിൽ അത്ഭുതങ്ങൾ കാണിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഒരു മുറി, ആ മുറിയുടെ തറ മുഴുവനും നമ്മൾ ഒരു സൂപ്പർ കണ്ടക്ടിവിറ്റി മെറ്റീരിയൽ കൊണ്ട് കോട്ട് ചെയ്തിരിക്കുകയാണ്. റൂം ടെമ്പറേച്ചറിൽ അതിന് സൂപ്പർ കണ്ടക്ടിവിറ്റി ഉണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളൊരു ഇലക്ട്രോ മാഗ്നറ്റിനെ കൊണ്ടുവച്ചു. ആ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ ആ വസ്തുവിന് മുകളിലോട്ട് പോകാൻ പറ്റണം, അതിനെ ഉയർത്താൻ സാധിക്കണം. ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി റൂം ടെമ്പറേച്ചറിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ അത് വെളിയിലേക്കൊന്ന് പുറന്തള്ളും. വെളിയിലേക്ക് പുറന്തള്ളുമ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന വസ്തു അത് മുകളിലേക്ക് ഉയരും. നമ്മുടെ ഇഷ്ടാനുസരണം അതിനെ മുകളിലേക്ക് ഉയർത്താൻ പറ്റണമെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ നമുക്ക് ഇഷ്ടാനുസരണം ചുഴറ്റാൻ പറ്റണം. അങ്ങനെ ചുഴറ്റാൻ പറ്റുകയാണെങ്കിൽ ആ വസ്തുവിനെ നമുക്ക് ആ മുറിക്കുള്ളിലൂടെ തൊടാതെ നമ്മുടെ മനസ്സുപയോഗിച്ചിട്ട് പോലും ചലിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന പാറ്റേൺ കാരണം ആ പാറ്റേണിൻ്റെ അളവുകൾ അനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൽ മാറ്റങ്ങൾ ഉണ്ടാകും.
അങ്ങനെയാണെങ്കിൽ ലെവിറ്റേഷൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിന് ഇനിയും ഒരുപാട് വർഷങ്ങൾ നമ്മൾ കാത്തിരിക്കണം. സൂപ്പർ കണ്ടക്ടിവിറ്റി ഇനിയും ഒരുപാട് വളരണം. അടുത്ത ഒരു പവർ സൈക്കോകൈനസിൻ്റെ ഭാഗമായിട്ട് വരുന്ന പവറാണ് ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവാക്കി മാറ്റിയെടുക്കുക. ഇപ്പം മജീഷ്യന്മാർ കാണിക്കുന്നത് പോലെ തന്നെ കയ്യിലുള്ള ഒരു പൂവിനെ അവർ പ്രാവാക്കി മാറ്റി പറത്തി വിടുന്നു. അങ്ങനെയുള്ള മായാജാലങ്ങൾ കാണിക്കണം. ഒരു കല്ലിനെ സ്വർണ്ണമാക്കി മാറ്റണം. നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കളെ നമുക്ക് ആവശ്യമുള്ള വസ്തുവാക്കി മാറ്റണം. വേസ്റ്റുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്വർണ്ണമോ അല്ലെങ്കിൽ അത്തരത്തിൽ ആവശ്യമുള്ള വസ്തുക്കളോ ആക്കി മാറ്റിയെടുക്കണം. അതും ഒരിക്കലും സാധിക്കത്തില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ തെറ്റി. നിലവിലുള്ള സാങ്കേതിക വിദ്യകളും തിയറികളും പറയുന്നത് അത് സാധിക്കുന്ന ഒരു കാര്യമാണെന്നാണ്. അത് പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമല്ലെന്ന് മാത്രം. അതിലേക്ക് തന്നെ നമുക്ക് വരാം. നാനോ ടെക്നോളജിയാണ് ഇവിടുത്തെ സാങ്കേതിക വിദ്യ. നാനോ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് ചില നാനോ ഡിവൈസുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് നാനോ പുള്ളികൾ, നാനോ ഗിയറുകൾ, നാനോ ബോൾ ബിയറിങ്ങുകൾ, അത്തരത്തിലുള്ള നാനോ വലിപ്പത്തിൽ മാത്രമുള്ള വളരെ വളരെ ചെറിയ വലിപ്പത്തിൽ മാത്രമുള്ള ചില ഡിവൈസുകൾ. ഈ ഡിവൈസുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് യാഥാർത്ഥ്യമാക്കാനായിട്ട് പറ്റും. എല്ലാ വസ്തുക്കളും ആറ്റങ്ങളുടെ കോമ്പിനേഷനാണ്. സ്വർണ്ണമെടുത്താൽ സ്വർണ്ണവും ആറ്റത്തിൻ്റെ കോമ്പിനേഷനാണ്. ആ സ്വർണ്ണത്തിൻ്റെ ഉള്ളിൽ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ഒരു വലിയ മോളിക്യൂൾ ഉണ്ടാകുന്നുണ്ട്. ആ മോളിക്യൂളിനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ ആ ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന സബാറ്റോമിക് പാർട്ടിക്കിൾസിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ആ ഗോൾഡിനെ നമുക്ക് മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ കല്ലിനെ നമുക്ക് ഒരു സ്വർണ്ണമാക്കി മാറ്റിയെടുക്കാം. ഇത് പ്രകൃതിയിൽ ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെ, പുതുമയുള്ള ഒന്നുമല്ല. ഒരമ്മയുടെ വയറ്റിലുണ്ടായിരിക്കുന്ന, ഗർഭപാത്രത്തിലുണ്ടായിരിക്കുന്ന ഭ്രൂണം അല്ലെങ്കിൽ എംബ്രിയോ അത് 9 മാസം കൊണ്ട് ഒരു മനുഷ്യക്കുഞ്ഞായിട്ട് മാറുന്നു. ആ മനുഷ്യക്കുഞ്ഞാകാനായിട്ട് നമ്മൾ ആ അമ്മയ്ക്ക് കൊടുക്കുന്നത് എന്താണ്? ഭക്ഷണമാണ്. പച്ചക്കറി കൊടുക്കുന്നുണ്ട്, അതുപോലെ മീറ്റ്, ഫിഷൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടിച്ചേർന്ന് ഒരു മനുഷ്യനായിട്ട് മാറുന്നു. പ്രകൃതിയാണ് അവിടെ ഒരു ഫാക്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത്. നമ്മളാണ് അത് വീണ്ടും സൃഷ്ടിക്കാൻ പോകുന്നതെങ്കിൽ ആ ഫാക്ടറിയെ നമ്മൾ നാനോ ഫാക്ടറി എന്ന് വിളിക്കണം. നാനോ ഫാക്ടറി പ്രവർത്തിക്കണമെങ്കിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് ബിൽഡിംഗ് മെറ്റീരിയൽസ്, രണ്ടാമത്തത് ടൂൾസ്, മൂന്നാമത്തത് ബ്ലൂ പ്രിൻറ്റ്. പ്രകൃതിക്കും ഈ 3 കാര്യങ്ങൾ തന്നെ ഉണ്ട്. പ്രകൃതിയുടെ ബിൽഡിംഗ് മെറ്റീരിയൽസാണ് പ്രോട്ടീൻസും അമിനോ ആസിഡും. പ്രോട്ടീൻസും അമിനോ ആസിഡും ഉപയോഗിച്ചിട്ടാണ് രക്തവും മാംസവും ഉണ്ടാക്കുന്നത്. ടൂൾസ് ഉപയോഗിച്ചിട്ട് ആവശ്യമായിട്ടുള്ള ചില വസ്തുക്കളെ കൂട്ടിച്ചേർക്കുകയും ചിലതിനെയൊക്കെ മുറിച്ചു മാറ്റുകയൊക്കെ ചെയ്യും. നമ്മൾ വാളൊക്കെ ഉപയോഗിക്കുന്നത് പോലെ, അല്ലെങ്കിൽ പിച്ചാത്തി ഉപയോഗിക്കുന്നത് പോലെയൊക്കെയാണ് ഇത് നടക്കുന്നത്. പ്രകൃതിയുടെ കാര്യത്തിൽ ഇത്തരത്തിൽ മുറിച്ചു മാറ്റുകയും കൂട്ടിച്ചേർക്കുകയും ഒക്കെ ചെയ്യുന്നത് സെല്ലിൻ്റെ ഉള്ളിലെ റൈബോസോമാണ്. മൂന്നാമത്തെ ബ്ലൂ പ്രിൻ്റ്, അത് സെല്ലിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന DNA ആണ്. ഇത് മൂന്നും ഒരൊറ്റ സെല്ലിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ സെല്ലിന് സെൽഫ് റെപ്ലിക്കേഷൻ ഉണ്ടാകും. അതായത് ഒരു സെല്ല് അനേകം സെല്ലുകളായിട്ട് വിഭജിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലുള്ള ഒരു എംബ്രിയോ അത് പിന്നീട് 9 മാസം കൊണ്ട് വലിപ്പമേറിയ ഒരു മനുഷ്യക്കുഞ്ഞായിട്ട് മാറുന്നത്. അത് മനുഷ്യക്കുഞ്ഞായിട്ട് മാത്രമേ മാറുകയുള്ളൂ, അല്ലാതെ ഒരു പുലിക്കുട്ടിയായിട്ടോ അല്ലെങ്കിൽ ഒരു കടുവക്കുട്ടിയായിട്ടോ അല്ലെങ്കിൽ ഒരു ആനക്കുട്ടിയായിട്ടോ ഒന്നും മാറില്ല. കാരണം DNA ആണ്, ആ ബ്ലൂ പ്രിൻ്റാണ്. ആ DNAക്കകത്ത് ഏതാണ് അവസാനത്തെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് കൃത്യമായിട്ട് കോഡ് ചെയ്തിട്ടുണ്ട്. ആ കോഡിംഗ് അനുസരിച്ച് പോകുമ്പോൾ ഒടുവിൽ ഒരു മനുഷ്യക്കുഞ്ഞ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. DNA-യിൽ വേരിയേഷൻസ് ഉണ്ട്. ആ വേരിയേഷൻസ് അനുസരിച്ച് വളർന്നു വരുന്ന കുഞ്ഞിൻ്റെ രൂപത്തിലും വ്യത്യാസം കാണും, ത്വക്കിൻ്റെ നിറത്തിൽ വ്യത്യാസം കാണും, മുടിയുടെ ടെക്സ്ചറിലും വ്യത്യാസം കാണും. അടിമുടി വ്യത്യസ്തമായിട്ടുള്ള ഒരു മനുഷ്യക്കുഞ്ഞായിരിക്കും ഉണ്ടായി വരിക. നമ്മുടെ നാനോ ഫാക്ടറിയിലേക്ക് മടങ്ങി വരുമ്പോൾ അവിടെ ഈ സെല്ലിന് പകരമുള്ളത് നാനോ ബോട്ട് അല്ലെങ്കിൽ ഒരു നാനോ റോബോട്ടാണ്. ശരിക്കും ഒരു റോബോട്ട് തന്നെ, പക്ഷേ അതിൻ്റെ വലിപ്പം വളരെ വളരെ ചെറുതാണ്. വെറും നാനോ സ്കെയിലിൽ മാത്രമാണ്. അത്രയും വലിപ്പക്കുറവുള്ള ഒരു റോബോട്ടിനെ ഉണ്ടാക്കാൻ വളരെ പ്രയാസമാണ്. അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയാൽ തന്നെ അതിന് ഈ സെൽഫ് റിപ്ലിക്കേറ്റിംഗ് പവറും ഉണ്ടാകണ്ടേ. അനേകം ചെറിയ റോബോട്ടുകളെ അല്ലെങ്കിൽ അനേകം ചെറിയ നാനോ ബോട്ടുകളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. ഇനി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വലിപ്പമുള്ള ഒരു മെഷീൻ ഉണ്ടാക്കിയെന്ന് കരുതുക. ഒരു ബോളിൻ്റെ വലിപ്പമോ അല്ലെങ്കിൽ ഒരു ആനയുടെ വലിപ്പമോ ഒക്കെയുള്ള വലിയ മെഷീൻ. ആ മെഷീൻ ഉണ്ടാക്കാം. പക്ഷേ അങ്ങനൊരു മെഷീൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ മെഷീന് പിന്നീട് അതേപോലെയുള്ള അനേകം മെഷീനുകളെ ഉണ്ടാക്കാൻ പറ്റുമോ? നിലവിൽ അതൊരിക്കലും സാധിക്കുന്നൊരു കാര്യമല്ല. പിന്നെ നാനോ ബോട്ടുകൾ നേരിടുന്ന ഒരു വെല്ലുവിളി പ്രോഗ്രാമിംഗ് ആണ്. ഒരു റോബോട്ട് ഉണ്ടാക്കിയിട്ട് മാത്രം കാര്യമില്ല, അത് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമുള്ള കോഡുകൾ, പ്രോഗ്രാമുകൾ നമ്മൾ കൊടുക്കണം.
സാധാരണ ഒരു റോബോട്ട് ആണെങ്കിൽ കൊടുക്കാൻ വളരെ ഈസിയാണ്, ഒരു ചിപ്പിനകത്തോട്ട് റൈറ്റ് ചെയ്താൽ മതി. പക്ഷേ വളരെ വളരെ ചെറിയ ഒരു നാനോ ബോട്ടിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഈ കോഡിങ് കൊടുക്കുക? ചില ഗവേഷകരൊക്കെ പറയുന്നത് നമുക്ക് ലേസർ രശ്മികൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ബൈനറി കോഡുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ്. പക്ഷേ അത് ഒരു വലിയ പ്രശ്നമല്ല നിലവിൽ. കാരണം നിലവിൽ നമ്മളൊരു നാനോ ബോട്ട് പോലും ഉണ്ടാക്കിയിട്ടില്ല. നാനോ ബോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് മാത്രം നമ്മൾ അതിൽ പ്രോഗ്രാമിംഗ് ചെയ്തതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയല്ലോ. MITയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഫിസിസിസ്റ്റാണ് നീൽ ഗെർഷൻഫീൽഡ്. ഗെർഷൻഫീൽഡ് അദ്ദേഹത്തിൻ്റെ ക്യാമ്പസിൽ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഹൗ ടു മേക്ക് എനിത്തിങ്. നാനോ റോബോട്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. അതിൻ്റെ കരിക്കുലം അങ്ങനെയാണ്. ഈ ക്ലാസ് MITയിൽ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്. ക്ലാസ് കണ്ടക്ട് ചെയ്യുക മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഇതുമായി തന്നെ ബന്ധപ്പെട്ട് അനേകം ലബോറട്ടറികൾ അദ്ദേഹം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. നിലവിൽ ആ ലബോറട്ടറികളിൽ നാനോ ബോട്ടിന് സമാനമായിട്ട് ചില വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു മൂന്നാംകിട രാജ്യങ്ങളിലൊക്കെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ചില ടൂളുകൾ, ആ ടൂളുകൾക്ക് വലിപ്പമുണ്ട്, ആളുകൾക്ക് പെരുമാറാൻ പറ്റുന്ന രീതിയിലുള്ള വലിപ്പത്തിലാണ് അത് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് പിന്നീട് ഭാവിയിൽ നാനോ ബോട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാക്കിയിട്ട് അദ്ദേഹത്തിന് മാറ്റിയെടുക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളാണ് ഗവേഷകർ നടത്തുന്നത്. ഇതിനു പുറമെ ഇതേ മേഖലയുമായി തന്നെ ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പുസ്തകവും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് കാലിഫോർണിയയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു റിസർച്ചറാണ് അരിസ്റ്റൈഡ്സ് റിക്വിച്ച. അദ്ദേഹം മോളിക്കുലർ റോബോട്ടിക്സുമായി ബന്ധപ്പെട്ടിട്ടാണ് പഠനങ്ങൾ നടത്തുന്നത്. അദ്ദേഹം നാനോ ബോട്ടുമായി ബന്ധപ്പെട്ട് 2 വ്യത്യസ്തമായിട്ടുള്ള അപ്രോച്ചുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിലെ ഒരു അപ്രോച്ച് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പഠനങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ്. ആ മേഖലയാണ് ടോപ്പ് ഡൗൺ മേഖല. ടോപ്പ് ഡൗൺ മേഖലയിൽ ഗവേഷകർ വളരെ നാനോ സ്കെയിലുള്ള നാനോ സർക്യൂട്ടുകൾ ഉണ്ടാക്കിയെടുക്കും. ആ നാനോ സർക്യൂട്ടുകൾ നാനോ ബോട്ടുകളുടെ തലച്ചോറായിട്ട് പ്രവർത്തിക്കും. തലച്ചോറിന് പ്രവർത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നാനോ ബോട്ടിന് തന്നെ അതിൻ്റെ ബാക്കി എക്യുപ്മെൻറ്റുകൾ കൂടി വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും. പിന്നീട് അനേകം നാനോ ബോട്ടുകളെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. രണ്ടാമത്തെ അപ്രോച്ചാണ് ബാറം ടോപ്പ് അപ്രോച്ച്. ഈ അപ്രോച്ച് അനുസരിച്ച് മാനുവലി സയൻറ്റിസ്റ്റുകളെ കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഒരു നാനോ ബോട്ടിനെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ അത് വളരെ വളരെ പ്രയാസമുള്ള ഒരു ദൗത്യമാണ്. സയൻറ്റിസ്റ്റുകളെ കൊണ്ട് ആറ്റത്തെ കൃത്യമായിട്ടുള്ള ഡിറക്ഷനിൽ കൃത്യമായിട്ടുള്ള ദൂരത്തേക്ക് ചലിപ്പിക്കാൻ സാധിക്കണം. നിലവിൽ SPM അല്ലെങ്കിൽ സ്കാനിംഗ് പ്രോബ് മൈക്രോസ്കോപ്പ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അത്തരത്തിൽ ആറ്റങ്ങളെ ചലിപ്പിക്കാൻ സാധിക്കും. പ്ലാറ്റിനം നിക്കൽ ആറ്റത്തിൻ്റെ ഉള്ളിൽ സിനോൺ ആറ്റങ്ങളെ നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കും. പക്ഷേ അതിന് ഒരുപാട് സമയം വേണ്ടിവരും. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മികച്ച സയൻറ്റിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അവർ തുടർച്ചയായിട്ട് 10 മണിക്കൂർ പ്രവർത്തിച്ചാൽ മാത്രമാണ് വെറും 50ഓളം ആറ്റത്തിൻ്റെ മാത്രം വലിപ്പമുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. കൂടുതലായിട്ട് വലിപ്പമുള്ള സ്ട്രക്ചറുകളെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ ശരിക്കും ഒരു മെഷീൻ ഉണ്ടാക്കണം. ആ മെഷീന് ഒരേ സമയം 100-ലധികം ആറ്റങ്ങളെ ഒരേപോലെ ഡിഫറെൻറ്റ് ഡിറക്ഷനിലേക്ക് ഡിഫറെൻറ്റ് ഡിസ്റ്റൻസിലേക്ക് ചലിപ്പിക്കാൻ സാധിക്കണം. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി ഇതുവരെയായിട്ടും അത്തരത്തിലുള്ളൊരു മെഷീൻ ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല. അത് ഈ അടുത്ത കാലത്തൊന്നും സാധിക്കുമെന്നും തോന്നുന്നില്ല. ഇത് ഇപ്പോഴും ശൈശവ കാലഘട്ടത്തിൽ തന്നെ നിൽക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. അതേസമയം ടോപ്പ് ഡൗൺ അപ്രോച്ച് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പഠനങ്ങൾ ആക്റ്റീവായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. കൂടുതൽ ഗവേഷകരെ ഇനിയും നമുക്ക് ആവശ്യമുണ്ട്. നിലവിൽ സൈക്കോകൈനസിസ് ഒരു ജാലവിദ്യ മാത്രമാണ്. നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരു മജീഷ്യന് ചെയ്യാൻ സാധിക്കുന്ന ഒരു ജാലവിദ്യ. അതിൻ്റെ അർത്ഥം എന്നും ഇതൊരു ജാലവിദ്യയായിട്ട് തുടരുമെന്നല്ല. ഈ വരാൻ പോകുന്ന നൂറ്റാണ്ടിൽ തന്നെ സൈക്കോകൈനസിസ് യാഥാർത്ഥ്യമായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്ന് മിച്ചിയോ കാക്കു പറയുന്നു. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ്. ഈ 25 മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക.